നമസ്കാരം. തിരുവല്ല നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താവളം ഒരുക്കാൻ വേണ്ടി 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല നഗരസഭ 1/2 കോടി രൂപയിൽ നിർമ്മിച്ച തിരുവല്ല ഷീ ലോഡ്ജ് കെട്ടിടം ഇന്നത് ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമാണ്. ഇത് പരിശോധിക്കുകയാണ് IBN മലയാളം. തിരുവല്ല YMCA ജംഗ്ഷന് സമീപം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയിൽ 2 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ് നാഥനില്ലാ കളരിയായി നാശത്തിലേക്ക് നീങ്ങുന്നത്. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താവളം ഒരുക്കാൻ 1/2 കോടി ചെലവഴിച്ച് നഗരസഭ നിർമ്മിച്ച ഷീ ലോഡ്ജ് കെട്ടിടമാണിത്. നമുക്ക് തിരുവല്ല മുനിസിപ്പാലിറ്റി 2 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തു പോയ ഒരു ഷീ ലോഡ്ജ് 2 വർഷമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇതുവരേക്കും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ഇത് സർക്കാരിൻ്റെ നല്ലൊരു കൺസെപ്റ്റാണെന്ന് വെച്ചാൽ രാത്രികാലങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ താമസിക്കാൻ വേണ്ടി സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മിതമായ റേറ്റിൽ അന്തി ഉറങ്ങാൻ വേണ്ടി സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ തിരുവല്ല നഗരസഭ 2 വർഷത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 50 ലക്ഷം രൂപ മുടക്കി. പക്ഷേ ഇതുവരെയായിട്ടും അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ അശാസ്ത്രീയമായ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഇത് തുറന്നു കൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. പലവട്ടം ഞങ്ങൾ അധികാരികളെ ഈ വിവരം അറിയിച്ചു. വിവരാവകാശ രേഖകൾ മുഖേന പല കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് തിരുവല്ല വിജിലൻസ് കൗൺസിലിൻ്റെ ആവശ്യം. അതുകൂടാതെ തന്നെ ഒരു 12 വർഷത്തിന് മുമ്പ് നമ്മുടെ തിരുവല്ലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ മന്ത്രിയാവുന്ന സമയത്ത് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു 2 തവണകളായിട്ട് ഒരു 30 ലക്ഷം രൂപ മുടക്കി തിരുവല്ലയിലെ ഒരു നല്ല സ്വിമ്മിംഗ് പൂള് അതും ഇതേ രീതിയിൽ പൊതുവളത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇതുവരെയായിട്ടും അതിനും യാതൊരുവിധ നടപടിയുമായിട്ടില്ല. അപ്പോൾ അതാണ് തിരുവല്ലയുടെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി. 2020 ഓഗസ്റ്റ് 13 നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 2022 ഏപ്രിൽ 30 പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് നിർവഹിച്ചത്. ചുറ്റുമതിലോട് കൂടിയ കെട്ടിടത്തിൽ 6 മുറികളാണുള്ളത്. ഉദ്ഘാടന ശേഷം അടഞ്ഞ പ്രധാന കവാടം പിന്നീട് തുറന്നിട്ടില്ല. അടിത്തറ നിർമ്മാണത്തിലടക്കം നിരവധി അപാകതയുണ്ടെന്ന് സാങ്കേതിക പരിജ്ഞാനമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടിത്തറയുടെ ഉയരം കുറവായതിനാൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുകുന്ന അവസ്ഥ ഉദ്ഘാടന ദിവസം തന്നെ സംഭവിച്ചിരുന്നു. ജനുവരിയിലെ നവകേരള സദസ്സിൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവല്ല വിജിലൻസ് കൗൺസിലർ നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി നഗരസഭയിൽ നിന്ന് ലഭിച്ച മറുപടിയിൽ വൈദ്യുതി ശുദ്ധജല കണക്ഷൻ ലഭിച്ചതായും ഉടൻ കെട്ടിടം പ്രവർത്തനക്ഷമമാകുമെന്നും പറഞ്ഞിരുന്നു. അനാഥമായി കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ്. ഇത്ര നല്ലൊരു കെട്ടിടം ഉണ്ടായിട്ടും അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ പോവുകയാണ് തിരുവല്ല മുനിസിപ്പാലിറ്റി അധികൃതർ. ക്യാമറാമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ, IBN മലയാളം.